This is me Akshara and Frank and you're watching at Akshara and Frank. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ക്രീം. Let's make ice cream without cream. Let's get the video. അപ്പോൾ നമ്മൾ മാംഗോ ഐസ് ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാംഗോ ആദ്യം തൊലി കളഞ്ഞെടുക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളങ്ങനെ നല്ല പോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത പരിപാടി ഇത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസാക്കി. ഇനി നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് അരച്ചരച്ച് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മിക്സിയിലിട്ട് ചെയ്താൽ പോലെയെന്ന്. ഇത് കിഡ്സ് ഫ്രണ്ട്ലി ആണ്. കിഡ്സിന് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അവർക്ക് ചിലപ്പോൾ മിക്സിയിലൊന്നും പറ്റിയെന്ന് വരില്ല. സോ നമുക്ക് സ്പൂൺ കൊണ്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ആൾക്കാർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മിക്സി യൂസ് ചെയ്യാം. പക്ഷേ ഐസ്ക്രീം ചെയ്യുമ്പോൾ നമ്മൾ ജ്യൂസ് പരിവാക്കാറില്ല. നമ്മൾ ഇങ്ങനെയാണ് ആക്കാറ്. ഐസ്ക്രീം ചെയ്യുമ്പോൾ നമ്മൾ ജ്യൂസ് ആക്കാറില്ലല്ലോ മിക്സിയിൽ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബ്ലെൻഡാണ് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ലൂസ് പരിവാക്കണ്ട, നിങ്ങൾ നല്ല തിക്ക് പരിവാക്കണം. അധികം ലൂസ് പരിവാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. ഓക്കെ, അതുവരെ ലെറ്റ്സ് ടേക്ക് ദ ഷുഗർ. അങ്ങനെ നമ്മൾ ഷുഗർ ഇട്ടു. കുറച്ചിട്ടാൽ മതി, മാംഗോക്ക് ഓൾറെഡി സ്വീറ്റ് ഉള്ളതുകൊണ്ട്. ഇനി മിക്സ് ചെയ്യും. അസിസ്റ്റൻറ്റ് ഓക്കെ, ലെറ്റ്സ് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മളൊരു ഇതേപോലത്തെ അര ഗ്ലാസ് പാലെടുക്കണം. നമുക്ക് ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഇളക്കി കൊണ്ടുവരാം. നീ ഇളക്ക്, ഞാനിട്ടാം. പതിയെ ഇളക്കാൻ മതി, പതിയെ ഒരേ ഡയറക്ഷനിലേക്ക് ഇളക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുക, അപ്പോഴേ പാലൊഴിക്കാൻ പറ്റുള്ളൂ. അധികം വേണ്ട. പാല് നമ്മൾ നന്നായിട്ട് ഒഴിക്കണം. സ്റ്റോപ്പ്, ഞാൻ നോട്ടെ. കുറച്ചും കൂടി പാല് വേണം. നമ്മളെടുത്ത മൊത്തം പാല് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പാലിടുമ്പോൾ ഇല്ലേ നമ്മൾ സ്വീറ്റ് ഇടണ്ട കേട്ടോ, മധുരം ഇടണ്ട. അപ്പോൾ നമുക്ക് ഇളക്കിയിട്ട് കുറേ നേരം ഇളക്കണം കേട്ടോ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഇളക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അധികം സ്വീറ്റ് അല്ലാത്ത ഒരു ബിസ്ക്കറ്റ് എടുക്കണം. ഞാൻ ഇവിടെ കോഫി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ പൊട്ടിച്ച് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ച് എന്നിട്ട് നമ്മൾ സ്പൂൺ വെച്ച് കുത്തി ഇളക്കുക. നമ്മൾ നല്ലപോലെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതുവരേക്കും ജസ്റ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ നമുക്ക് എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും ട്രൈ ചെയ്യാം. പക്ഷെ അതിൻ്റെ തൊലിയില്ലേ, തൊലി എടുക്കാൻ പാടില്ല. ഇതേപോലെ നമുക്ക് കിട്ടില്ല. ആപ്പിളൊക്കെ ആണെങ്കിൽ കുറച്ച് കട്ടിയല്ലേ, മിക്സ് ചെയ്യാൻ വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ മാംഗോ എടുത്തത്. ഓക്കെ, അപ്പോൾ ആപ്പിളൊക്കെ എടുത്താൽ നമുക്ക് മിക്സ് തന്നെ വേണ്ടി വരും. ഇതൊക്കെ കൈ കൊണ്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ പീലർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെത്തി സ്ലൈസ് ആക്കിയിട്ട് ഇങ്ങനെ ചതയ്ക്കുന്നതായിരിക്കും ആപ്പിളിനൊക്കെ ബുദ്ധി. മുന്തിരിക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനാണ് നല്ല പാട്.
അങ്ങനെയൊക്കെ വെച്ച് നോക്കിയാൽ നമ്മുടെ മാംഗോ. വാട്ടർമെലൺ പിന്നെ ചെയ്യാൻ പറ്റും. വാട്ടർമെലൺ സ്പൂൺ കൊണ്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. വാട്ടർമെലൺ ചെയ്യാം. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ മാംഗോ ആണ്. ബനാനയും ചെയ്യാം. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ മാംഗോ ആണ് അവൈലബിളും ടേസ്റ്റ് ഉള്ളതും. ഞങ്ങളുടെ ഫേവറേറ്റ് ഫ്രൂട്ട് ബേസിക്കലി മാംഗോ ആണ്. സോ അതുകൊണ്ടാണ് ഞങ്ങൾ മാംഗോ തന്നെ എടുത്തത്. പിന്നെ മാംഗോ എന്ന് പറഞ്ഞാൽ ഈ പോമോഗ്രാനറ്റ് ഇല്ലേ, അതൊക്കെ എന്ന് പറഞ്ഞാൽ കുരുവിന്ന് വേർതിരിച്ചെടുക്കാൻ കുറച്ച് പാടാണെങ്കിലും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുരുവിന്ന് വേർതിരിച്ചെടുക്കാൻ പാടാണ്. മാത്രമല്ല അത് നമ്മൾ വേർതിരിച്ചെടുത്താൽ തന്നെ അരിച്ചെടുക്കാമല്ലോ. വേർതിരിച്ചെടുത്താൽ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. എന്താ ബുദ്ധിമുട്ടെന്ന് അറിയോ? ആ ജ്യൂസ് പോലെ ഇരിക്കും. നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ ജ്യൂസ് പറ്റില്ല. പിന്നെ പാലൊഴിച്ചാലോ ഒരു പൊട്ട ടേസ്റ്റ് ഉണ്ടാവും. പോമോഗ്രാനറ്റ് ഇല്ലേ അത്. അപ്പോൾ പാലില്ലാതെ നമ്മൾ ഇങ്ങനെ പാലില്ലാതെ പോമോഗ്രാനറ്റ് ചെയ്താൽ നമ്മൾ ഐസ്ക്രീം പാലില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ബിസ്ക്കറ്റൊന്നും പോമോഗ്രാനറ്റിൽ ഇടാൻ പറ്റില്ല. പോമോഗ്രാനറ്റ് നല്ല ഈസി ആയിട്ട് ചെയ്യാം. അതൊരു നാരങ്ങ തിരികണം. അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. നാരങ്ങ ഒന്ന് പിരിഞ്ഞ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ എങ്ങനെ നാരങ്ങ യൂസ് ചെയ്യുക അല്ലേ? നാരങ്ങന്ന് പറഞ്ഞു. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ എല്ലാത്തിനും എല്ലാം ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ എല്ലാത്തിലും ഞങ്ങൾക്ക് പോസിബിൾ ആയത് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഇളക്കൽ കഴിഞ്ഞു. അപ്പം നമ്മുടെ ഒരാളും കൂടിയുണ്ട്. അവൻ്റെ പേരാണ് കെയ്ഡൻ. നമ്മുടെ അനിയനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇവനാണ് കെയ്ഡൻ. ഇവനാണ് കെയ്ഡൻ. അപ്പോൾ ഇവന് നമ്മളൊരു തിരി കൊടുത്തു നോക്കാം. എങ്ങനെയുണ്ട്? ശരിയായിട്ടില്ല. നമ്മൾ എന്താണെന്നറിയോ, കെയ്ഡനാണ് എപ്പോഴും നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. നമ്മുടെ ഏത് കുക്കിംഗ് വീഡിയോയിലും ഇനി ടേസ്റ്റ് ചെയ്യുന്നത് കെയ്ഡനായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെയ്ഡനായിരിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മളൊക്കെ ടേസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മനസ്സിൽ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ കള്ളം പറയാണോ, അടിപൊളി ടേസ്റ്റ് ആണെന്ന്. പക്ഷേ ഈ കുട്ടികൾ അവർക്ക് കള്ളം പറയാൻ പറ്റുമോ? ഇല്ല, അറിയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടാലോ അവർ ചിരിക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എക്സ്പ്രഷൻ മനസ്സിലാവും. അതിലൂടെ നിങ്ങൾക്കിത് ട്രൈ ചെയ്യണോ വേണ്ടയോ എന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് നമുക്ക് വേണ്ട ഫ്രിഡ്ജിൽ വയ്ക്കാം. ഐസ്ക്രീം ആയിട്ടുള്ളത് അടുത്ത പാർട്ടിൽ കാണുന്നവരേക്കും സൈനിങ് ഔട്ട് അക്ഷര ആൻഡ് ഫ്രാങ്ക് വിത്ത് ക്രിസ് ഓർലാൻഡോ.